ഞാൻ പറഞ്ഞില്ല, ഔദ്യോഗികമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നത് അനുചിതമാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു വകുപ്പിനുള്ളിൽ നടത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്നുള്ള തീർച്ചയായും ഇൻറ്റേർണൽ മാറ്ററാണ്. ഞാനത് പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് ശരിയായ കാര്യമല്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത്ര ഔദ്യോഗിക തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി എല്ലാം ഉൾപ്പെടുന്നൊരു സംവിധാനമാണ്. തീർച്ചയായിട്ടും അതിനനുസൃതമായ തീരുമാനമുണ്ട്. കള്ള് വ്യവസായം എന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ്. നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന, കേരളത്തിലെ ഏറ്റവും സാമൂഹികമായ അവശത ബാധിക്കുന്ന നിരവധി ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് കള്ള് വ്യവസായം. അപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് അവിടെ കൃത്രിമ കള്ളും അല്ലെങ്കിൽ മായം ചേർക്കലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു തനത് വ്യവസായമായി അതിനെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടാകും. ഞാൻ പെട്ടെന്നൊരു പറയുകയല്ല, എനിക്കും കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കാരണം ആ മേഖലയെക്കുറിച്ച് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് വരുന്ന ദിവസങ്ങളെ ആവുന്നുള്ളൂ. അപ്പോൾ ആ മേഖലയിൽ ആഴത്തിൽ ചർച്ച നടത്തേണ്ടതുണ്ട്. അതിൽ ഈ കള്ളുഷാപ്പുകൾ ഏറ്റെടുത്ത് നടത്തുന്നവരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്, തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയുമായി അനുബന്ധ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ട് സമഗ്രമായ ഒരു പഠനത്തോടുകൂടി ഈ ഒരു വിഷയത്തിൽ തീരുമാനിക്കും. ഈ ബാറിലെ ഉൾപ്പെടെ ജീവനക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, അവർക്കും കുടുംബമുണ്ട്. അത് തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഒരു സമയക്രമീകരണം, ആ രീതിയിൽ ഒരു പഴയ സമയക്രമീകരണത്തിലേക്ക് കൂടി പോകുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് അടുത്ത ദിവസങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം തീരുമാനമുണ്ടാവും. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടാണ്. ഞാൻ അത് ഈ പറഞ്ഞതുപോലെ ബാർ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷനുമായി സംസാരിക്കുന്നുണ്ട്. തൊഴിലാളി സംഘടനാ പ്രതികളുമായിട്ടുള്ള മീറ്റിംഗ്. ഇപ്പോൾ നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ അതിനുള്ളൊരു സമയമാണ്. കുറേ ദിവസം ഗ്യാപ്പ് കിട്ടും. ഇപ്പോൾ നിയമസഭ ഈ പോളിസി ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഇടക്കാല ബജറ്റുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചർച്ച, എക്സൈസിലെയും കോഓപ്പറേറ്റീവിലെയും ആദ്യഘട്ടത്തിലുള്ള ആളുകളുമായി ഉദ്യോഗസ്ഥരുടെ ചർച്ചകളൊക്കെയാണ് നടന്നത്. അപ്പോൾ ഈ സമയമാറ്റക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് സമൂഹത്തിന് ഗുണകരമായ തീരുമാനം തീർച്ചയായിട്ടും. നമുക്ക് മദ്യനയം എക്സൈസ് നയം ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ തന്നെ നിർണായകമായി പങ്കുവയ്ക്കുന്ന ഒന്നാണ്. സാമൂഹിക ആരോഗ്യത്തിൽ നിർണായക പങ്കുവയ്ക്കുന്ന ഒന്നാണ് നയം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു മദ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും അതൊരു എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സും അതോടൊപ്പം തന്നെ അവയർനെസ് ഫോഴ്സുമാണ്. ഇത്തവണത്തെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എക്സൈസ് വകുപ്പ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് സമ്പൂർണ്ണമായി ഈ വകുപ്പിനെ ട്രാൻസ്ഫോം ചെയ്യണം, അതിന് ഒരു പരിവർത്തനം ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു കാര്യം തന്നെയാണ് മദ്യനയം. അപ്പോൾ മദ്യനയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഞാൻ തുടർച്ചയായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ഉദ്യോഗസ്ഥന്മാരെ വ്യത്യസ്തമായി ചർച്ച നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസ്ഥാനത്തെ എല്ലാ പ്രധാന ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വിളിച്ചു ചേർത്ത് 3-3.5 മണിക്കൂറിൽ കൂടുതൽ അവരോട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. ഫീൽഡിൽ തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ കൂടാതെ മറ്റു അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തത് ആൻറ്റി നാർക്കോട്ടിക് ആക്ഷൻസിനാണ്. ഇപ്പോൾ എക്സൈസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ മയക്കുമരുന്ന് വേട്ട നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഞാൻ വാങ്ങുന്നു. അടുത്ത ദിവസം കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ എക്സൈസിൻ്റേതായ പ്രത്യേക മിഷൻ പ്രഖ്യാപിക്കപ്പെടും. വിമുക്തിയെ കൂടുതൽ ഫലപ്രദമാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ അടുത്ത ദിവസം ഒരു വിശദമായ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മദ്യനയത്തെ സംബന്ധിച്ച് മദ്യനയം എന്നത് വിപുലമായ ചർച്ചകൾ, എന്തായാലും LDFൻ്റെ മദ്യനയം ആയിരിക്കില്ല UDFൻ്റെ മദ്യനയം. അത് മാത്രമാണ് ഇപ്പോൾ ഉറപ്പ് നിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്നത് അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ആവശ്യമാണ്, മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വിരുദ്ധ സമിതികളുമായി ചർച്ച ചെയ്യും. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതുജനങ്ങളുടെ എല്ലാ അഭിപ്രായം സ്വീകരിക്കാനുള്ള സമീപനമുണ്ടാകും. അപ്പോൾ സമഗ്രമായി കേരളത്തിൻ്റെ സാമൂഹിക ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന മദ്യവർജനത്തെ ഒരു ആശയമായി മുൻനിർത്തി റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആദ്യം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നടപടികളായിരിക്കും.